PTയിൽ വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പോലീസ് വാഹനത്തിലുള്ള അകത്തെ കാഴ്ചയാണ് കാണുന്നത്. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. രാഹുൽ ഗാന്ധിയുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ട്. പരിക്കേറ്റിട്ടുണ്ട്, പിടിവലിയിൽ പരിക്കേറ്റിട്ടുണ്ട്, മുറിവ് പറ്റിയിരിക്കുന്നു. സുനിൽ, രാഹുൽ ഗാന്ധിക്ക് പരിക്കേൽക്കുന്ന രൂപത്തിലേക്ക് പോലീസിന്റെ കയ്യേറ്റം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ചോര കാണാം. സ്മൃതി, തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് പരിക്കേറ്റിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നിന്ന് ചോര ഒഴുകുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ, അദ്ദേഹത്തിന്റെ ടീഷർട്ടിൽ ചോരത്തുള്ളികൾ കാണാം. ആ നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ശരീരത്തിൽ പരിക്കേൽക്കുന്ന തരത്തിലാണ് ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച് ഈ ബസ്സിലേക്ക് കയറ്റുകയായിരുന്നു. ആ ബസ്സിലേക്ക് കയറ്റുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്ക് പറ്റത്. അദ്ദേഹത്തിന് പരിക്കേറ്റത്. അദ്ദേഹം മൂക്കിന്റെ ഭാഗത്ത് ഒരു മുറിവ് കാണാം. അവിടെ നിന്ന് ചോരത്തുള്ളികൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലേക്ക് വീണിരിക്കുന്നത് കാണാം. അപ്പോൾ നോക്കൂ, ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതൊരു സാധാരണ സംഭവമല്ല. ഇത് ഡൽഹി പോലീസ് ഈ നടത്തിയിരിക്കുന്ന നീക്കം തീർച്ചയായും ഇത് ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. ആ ധൈര്യം ദില്ലി പോലീസിന് എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യം ഇനി രാഷ്ട്രീയ രംഗത്ത് ഉയരാൻ പോവുകയാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ് ഇതുപോലെ റോഡിലൂടെ വലിച്ചിഴച്ച് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഇങ്ങനെയാണോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കൈകാര്യം ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ആ ബസ്സിൽ രാഹുൽ ഗാന്ധിയെ കയറ്റിയ ശേഷം അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ചോരയൊലിക്കുന്നുണ്ട്. ഇപ്പോൾ ചോരയൊലിക്കുന്ന മുഖവുമായാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുപോവുക. രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തരത്തിൽ ഒരു നീക്കം ദില്ലി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് പരിക്കേറ്റിരിക്കുന്നു. ഈ ഒരു പോലീസിന്റെ പിടിവലിയിൽ അദ്ദേഹത്തിന്റെ മൂക്കിലൂടെ ചോര പൊടിയുന്നു. അപ്പോൾ ആ നിലയിൽ രാഹുൽ ഗാന്ധിക്ക് പരിക്കേൽക്കുന്ന തരത്തിൽ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു. മറ്റ് പല നേതാക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട്. പലരും പോലീസിന്റെ പിടിവലിക്കിടയിൽ താഴെ വീണുപോയിട്ടുണ്ട്. KC വേണുഗോപാൽ വീഴുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം പിടിവലിക്കിടയിൽ തെറിച്ചു വീഴുകയായിരുന്നു KC വേണുഗോപാൽ. അതുപോലെ തന്നെ മറ്റ് നേതാക്കളും പോലീസിന്റെ പിടിവലിക്കിടയിൽ താഴെ വീണുപോകുന്നത് കണ്ടു. മല്ലികാർജ്ജുൻ ഖാർഗെയെ പോലുള്ള നേതാക്കളെയും ബലമായാണ് പോലീസ് അവിടെ നിന്ന് നീക്കിയത്. ആ നിലയിൽ തന്നെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെയും പോലീസ് റോഡിലൂടെ വലിച്ചിഴച്ച് ബസ്സിലേക്ക് കയറ്റുകയായിരുന്നു. അതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്ക് പരിക്കേറ്റിരിക്കുന്നത്. മൂക്കിലൂടെ ചോര ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയും. രാജ്യം ഇങ്ങനെ ഒരു സമരത്തിന്, അല്ലെങ്കിൽ ഒരു സമരത്തെ ഈ രൂപത്തിൽ നേരിടുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് നമ്മൾ ഈ അടുത്തിടെ കണ്ടത് എന്ന് പറയാവുന്ന ഏറ്റവും വലിയ സമരം എന്നുള്ള കർഷക സമരമാണ്. ദീർഘനാളായി, മാസങ്ങളായി തുടർന്ന കർഷക സമരത്തിനൊടുവിൽ സർക്കാർ മുട്ടുമടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനോട് പോലും ഈ രൂപത്തിൽ പെരുമാറാനുള്ള ധൈര്യം സർക്കാരിനുണ്ടായിരുന്നില്ല. ഇത് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ, അതായത് ജൻസി തുടങ്ങിയ ഒരു സമരമാണ്. ആ സമരം ഒരു സമൂഹ മാധ്യമ സമരമായിരുന്നു. അതങ്ങനെ തെരുവിലേക്ക് വരുന്നു, ജന്തർ മന്ദറിൽ പ്രതിഷേധമായി എത്തുന്നു. സോനം വാങ്ചുക്കിനെ പോലുള്ള വിദ്യാഭ്യാസ പ്രവർത്തകൻ സമരം ഏറ്റെടുക്കുന്നു. ഗാന്ധിയൻ മാർഗത്തിൽ സമരം ചെയ്യുന്നു. അതാണ് ഏറ്റവും സമാധാനപരമായ ഗാന്ധിയൻ മാർഗത്തിൽ നിരാഹാരമിരുന്നു കൊണ്ട് സമരം ചെയ്യുന്ന ഒരു മനുഷ്യനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് എങ്ങനെയാണ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അതിന്റെ തുടർച്ചയായി പാറ്റകൾ എന്ന് പരിഹസിക്കപ്പെട്ടവർ ഇതാ ഞങ്ങൾ പാറ്റകൾ തന്നെയാണ്, ഞങ്ങൾ പെരുകുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമരം തുടരുന്ന കാഴ്ചയാണ്. ആ പാറ്റകളുടെ സമരം പാറ്റകളായി പരിണമിക്കുന്ന പ്രതിപക്ഷത്തെയാണോ നമ്മൾ കാണുന്നത്? ആ സമരത്തെ ഇതാ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. അതിന്റെ അജണ്ട ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് ആ സമരത്തിന് മുൻനിരയിലേക്ക് കോൺഗ്രസ് എത്തുന്നു. പ്രതി നോക്കൂ, ഇത് തീർച്ചയായും ജനാധിപത്യ ചരിത്രത്തിൽ ഇതുപോലൊരു പോലീസ് അതിക്രമം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ആ നിലയിലാണ് ഈ സമരത്തെ പോലീസ് കൈകാര്യം ചെയ്തത്. ആ നിലയിൽ തന്നെയാണ് പോലീസ് കൈകാര്യം ചെയ്തത്. കാരണം നമുക്കറിയാലോ, അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് പോലീസിന്റെ കൊടിയ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൊടിയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും പ്രതിപക്ഷ നേതാക്കൾ, രാഷ്ട്രീയ രംഗത്ത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന നേതാക്കൾ, അവർക്കൊരു ശബ്ദമുണ്ടായിരുന്നു. ആ ശബ്ദത്തെ ഈ നിലയിലല്ല അടിച്ചമർത്തിയത്. ഇന്നത്തെ സമരം എന്തായിരുന്നു? പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമാധാനപരമായ സമരമായിരുന്നു, അക്രമമില്ലായിരുന്നു.
പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാക്കളും അഖിലേഷ് യാദവിനെ പോലുള്ള നേതാക്കളും ഏറ്റവും മുതിർന്ന മല്ലികാർജ്ജുൻ ഖാർഗെയെ പോലുള്ള കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. അപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയെ പോലെ ഒരുപാട് തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു നേതാവ്, ആ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ പ്രായം പോലും പരിഗണിക്കാതെയാണോ അദ്ദേഹത്തെ വലിച്ചിഴിച്ചത്? തീർച്ചയായും അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവർ അക്രമം ഉണ്ടാക്കാൻ വന്നതല്ല, അവിടെ അക്രമം നടന്നിട്ടില്ല, അവിടെ എന്തെങ്കിലും ഒരു അക്രമ സംഭവമില്ല, പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച സാഹചര്യമില്ല, അവിടെ ഒരു സുരക്ഷാ വലയം ഭേദിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കയറുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടില്ല, ഏതെങ്കിലും ഒരു അക്രമത്തിലേക്ക് ഇവർ നീങ്ങിയിട്ടില്ല. അവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ അവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുകയായിരുന്നു, മുദ്രാവാക്യം മുടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ജനാധിപത്യ സമരമായിരുന്നു. അപ്പോൾ ആ ജനാധിപത്യ സമരത്തെയാണ് തീർച്ചയായും ഈ രീതിയിൽ ദില്ലി പോലീസ് കൈകാര്യം ചെയ്തത്. അവിടെ ഒരു പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവിനെയാണ് റോഡിലൂടെ വലിച്ചിഴച്ച് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. എന്തിനായിരുന്നു ദില്ലി പോലീസ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്? അത് പോലീസിന്റെ മാത്രം ഒരു നടപടിയാണ്, ഒരു നീക്കമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യമാണ്. ആ ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഇത് പ്രതിപക്ഷം ഇന്ന് ആ സമരം ഉയർത്തിപ്പിടിക്കുന്നു. ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു സമരം തന്നെയായിരിക്കും. ഒരു ദിനമായി തന്നെ എഴുതപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.